സാധിക്കില്ല. പക്ഷേ ആൾക്കാരുടെ വിദ്വേഷം പരത്താൻ, ആൾക്കാരുടെ വെറുപ്പ് പരത്താൻ, ആൾക്കാരുടെ അമർഷവും പകയും പരത്താൻ അവർ ആ കാര്യത്തിൽ വിജയിക്കുന്നതാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, അത് ശൈത്താനിന്റേതായ കുതന്ത്രമാണ്, ചതിയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അങ്ങോട്ട് പോയി തന്നെ ഒന്ന് സലാം പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുൻഗാമികളായ ആൾക്കാരെ പിടികൂടിയ വലിയൊരു രോഗം എന്ന് പറയുന്നത് അൽ ഹസദു വൽ ബഗ്ദാഉ, പരസ്പരം വിത്ത്, പരസ്പരം അസൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് കണ്ടുകൂടാ. അങ്ങനെ സഹോദരങ്ങളായിരുന്നാലും കുടുംബമായിരുന്നാലും പലർക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാകുന്നത് പരസ്പരം കണ്ടുകൂടാത്ത ഒരവസ്ഥ, ഒരു അസൂയയുടെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മനസ്സിൽ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. മുൻഗാമികളായ ആൾക്കാരെ നശിക്കാനുള്ള ഒരു കാരണമായിട്ട് റസൂൽ പറയുന്നു. രണ്ടാമതാൽ പരസ്പരം കോപവും പരസ്പരം മിണ്ടാതിരിക്കലുമാണ്, വിദ്വേഷവും അമർഷവുമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് ദീനിനെ നശിപ്പിക്കുന്ന കാര്യമാണ്, ഇത് ദീനിനെ നശിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. മുഅ്മിനീങ്ങളാണെങ്കിൽ ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനു വേണ്ടിയായി കിടന്ന് കഷ്ടപ്പെടുന്നത്? നമ്മുടെ മക്കളെ പോറ്റുന്നതിന്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമ്പാദിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇതിന്റെ എല്ലാം ഹിസാബ് ആഖിറത്തിൽ നാം തന്നെ പറയേണ്ടി വരും. നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ട് ഒരു വേള നാം ഇവിടെ പറയുമ്പോൾ അതിന്റെ എല്ലാം ഹിസാബ് നാം പറയേണ്ടി വരും. ഒന്ന് ഓർത്തു നോക്കേ, നമ്മുടെ മക്കളായിരിക്കും അതൊക്കെ ആസ്വദിക്കുന്നത് വേണം. പക്ഷേ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നാം മുൻകരുതലെടുക്കേണ്ടത് നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾക്കായിരിക്കണം. ആദ്യം നാം മുൻകരുതലെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അല്ലാഹു ഖുർആൻ പറയാ, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ ഒന്നും യാതൊരു പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടുമുട്ടാറുണ്ട്. ആ ദിവസത്തിൽ ഇല്ലാ ബലഖല്ലാഹു ബിഖൽബിൻ സലീം, വളരെ സമാധാനത്തോടെ ശാന്തഹൃദയനായിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്ന ഏത് മനുഷ്യരുണ്ടോ അവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, നാളെ ആഖിറത്തിന് വേണ്ടിയുള്ള ഒരുപാട് തയ്യാറെടുപ്പുകൾ, ഒരുപാട് ഒരുക്കങ്ങൾ, വിശുദ്ധമായ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഈ ശഅബാനിൽ നാം ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് നാളെ ആഖിറത്തിൽ ഉതകുന്നതാണ് എന്ന് സ്വയം നമ്മുടെ ആത്മാവിനോട് നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അമലുകൾ ത്വരിതപ്പെടുത്താനും അമലുകൾ ചെയ്യുവാനുള്ള താല്പര്യം, അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. ഇരു ലോകത്തും നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. അല്ലാഹു തആല ഇരു ലോകത്തും വിജയിക്കുന്ന മുത്തഖീകളിൽ മുഖ്ലിസീങ്ങളിൽ